ഹലോ ഗൈസ്, ഇന്നൊരു അബുദാബി വ്ളോഗാണ് കേട്ടോ. യൂട്യൂബിൽ വീഡിയോ ഇടാനുള്ള പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പോകുന്ന വഴിക്കൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നില്ല. അവിടുത്തെ കുട്ടികളിങ്ങനെ ബീച്ചിൽ കളിക്കുമ്പോൾ വിചാരിച്ചത് അല്ല എന്തുകൊണ്ട് ഇതൊരു വീഡിയോ കിട്ടൂടാ, വെറുതെ രസം. എന്തോ ഒരു ആവേശത്തിന്റെ പുറത്ത് എന്നോ തുടങ്ങിയ ചാനലിൽ എന്തിനോ വേണ്ടി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഒട്ടും താല്പര്യമില്ലാതായിട്ട്. പക്ഷെ ഇടക്കിങ്ങനെ തോന്നുമ്പോൾ അതൊരു രസമല്ലേ, മോണിറ്റൈസിങ് നടക്കൂലെങ്കിലും നമുക്കൊരു രസം. അങ്ങനെ ബീച്ചിൽ കുട്ടികളെ കളി കഴിഞ്ഞ് നമ്മൾ നേരെ ചായ എടുക്കാൻ പോയി. അബുദാബിക്ക് പോകാന്ന് പറയാത്ത നമുക്ക് ടീ ആൻഡ് സ്നാക്സ് ആണ് കേട്ടോ മെയിൻ. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വേറെ എന്തെങ്കിലും കഴിക്കാൻ പോവാം. അങ്ങനെ ടീ ആൻഡ് സ്നാക്സ് കഴിക്കാൻ പോയതിൻ്റെയാണ് ഈ വീഡിയോ. പക്ഷെ രസം എന്ന് വെച്ചാൽ ചായ എടുക്കുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. കഴിച്ച സാധനങ്ങളുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എന്താ ചെയ്യുക, എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാട്ടോ. കാരണം ഈ സ്നാക്സ് ഒക്കെ മാനേജ് ചെയ്യണം, അതുപോലെ തന്നെ കുട്ടിനെ നോക്കണം, ചായ പിടിക്കണം, ഒക്കെ പാടായിട്ട് നടന്നില്ല. കുടിച്ചത് മതി, പിടിക്കാൻ പാടില്ല. പഴംപൊരി, എഗ് പപ്സ്, പിന്നെ കല്ലുമുക്കായൻ്റെ അവിടെ ഉണ്ടല്ലോ അത്, പിന്നെ ബ്രെഡ് പോക്കറ്റ്, അങ്ങനെ എന്തൊക്കെയൊക്കെ കുറച്ചെണ്ണം സമൂസ ഒക്കെ മിക്സ് ആക്കിയാണ് വാങ്ങുക ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു സാധനം തപ്പി പോവാണ് കേട്ടോ. കുംഭകോണം പൊടി ഇഡ്ഡലി, നമ്മൾ ഈ തട്ടിഡ്ഡലി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഇതാണ് സംഭവം. നമ്മൾ കുറേ ഇത് കാണുന്നു, പക്ഷെ ഇതൊരു വാങ്ങിയിട്ടില്ല. എന്തോ രസം, നല്ല സോഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ ഇഷ്ടത്തിന്റെ തീവ്രത കാരണം വീട്ടിൽ വന്ന പഠനം റെസിപ്പിയൊക്കെ നോക്കി അതിന്റെ പിറ്റേ തന്നെ ഉണ്ടാക്കിട്ടോ. അതിൽക്കൊരു സാധനം കുറവുണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് അതും വാങ്ങി അങ്ങനെ സംഭവം ഉണ്ടാക്കി. വീട്ടിലുണ്ടാക്കിയതും സക്സസ്ഫുൾ ആയിരുന്നു. തട്ടിൽ ഇടുന്നപ്പോഴത്തേനും പാവം നമ്മൾ ഹേസും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 3 വാങ്ങിയിട്ട് നമ്മൾ 5 പേര് ഷെയർ ചെയ്യുക ചെയ്തത്. അതിപ്പോൾ ഈ ടീയും സ്നാക്സ് ഒക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ ഒരുപാട് വാങ്ങിയിട്ട് കൂട്ടുകയല്ല ചെയ്യുക. നമ്മൾ ആവശ്യത്തിന് വാങ്ങി നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുക. അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഈ 5 ദിർഹംസിന് കിട്ടുന്ന അവക്കാഡോ ജ്യൂസ്. അതും അവിടുത്തെ ഫേമസ് ആണ്. അപ്പോൾ അത് 2 വാങ്ങി. നമ്മൾ 5 പേർക്ക് കേട്ടോ 2 മതി. ഇതിൻ്റെ അടുത്ത് പറയുന്ന ചിലവൂത്തൊക്കെ എങ്ങടാ പോകുന്ന വിചാരിക്കും. നമ്മൾ നേരെ സിംഗർ ബർഗർ വാങ്ങാൻ പോയി. അങ്ങനെ അതൊരു 4 വാങ്ങി. കാരണം എനിക്കും കാക്കൊന്നും ഇപ്പോൾ ഓൾറെഡി ഏകദേശം ഫുള്ളായിരുന്നു. അപ്പോൾ ഹാഫ് മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. കുട്ടികളും പിന്നെ അതും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് ഹാഫ് മാത്രമേ ഇപ്പോൾ കഴിച്ചുള്ളൂ. ബാക്കി പിന്നെ അവരും വീട്ടിൽ പോയിട്ട് തന്നെ കഴിച്ചത്. ഞാനിപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചില ഷോർട്സിലൊക്കെ കാണും വാട്ട് ആർ ഈറ്റിംഗ് ഡേ പറഞ്ഞിട്ട് ചിലവരിങ്ങനെ ഇടുമ്പോൾ ഒരുപാട് ഫുഡ് ഉണ്ടാവും. അപ്പോൾ കമൻസിൽ കാണുന്നതൊക്കെ എങ്ങടാ പോകുന്നത്. പക്ഷെ സംഭവം അവർ കുറേ പേര് ഷെയർ ചെയ്തിട്ട് കഴിക്കുന്നുണ്ടാവുക. കാണുമ്പോൾ നമ്മൾ 1-2 പേരെ മാത്രമേ കാണുള്ളൂ എന്ന് മാത്രം. നമ്മൾ സിംഗറിനെ കൂടെ തന്നെ ഒരു ഫലൂദയും ഒരു അവൽ മിൽക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പണ്ടൊക്കെ ഇവരുടെ ഫലൂദ അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പം എന്താണെന്നാവോ ഒരുപാട് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ട് എന്താണെന്ന് അറിയില്ല, മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇവരുടെ, അതുകൊണ്ടാണ് വാങ്ങിയത്. എന്തായാലും ഞാൻ അതിന് വരെ 2 സ്പൂൺ മാത്രം കഴിച്ചത്. അവൽ മിൽക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്കെന്താണെന്നാവോ പേഴ്സണലി ഇഷ്ടമായില്ല. പലർക്കും പല ടേസ്റ്റ് അല്ലേ, വേറെയുള്ളവർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാൻ കുറ്റം പറയാൻ പറഞ്ഞാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.